166 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനും ഫ്രാൻസും ചൈനയെ ആക്രമിച്ചു. ലക്ഷ്യമൊന്നു മാത്രം: ചൈനയെ വ്യാപാരത്തിന് നിർബന്ധിക്കുക. ചരിത്രം നോക്കിയാൽ 1839 മുതൽ 1949 വരെ ചൈനയുടെ അപമാനങ്ങളുടെ നൂറ്റാണ്ടായിരുന്നു. ഓപ്പിയം യുദ്ധങ്ങൾ, അനീതിയായ കരാറുകൾ, ഹോങ്കോങ്, തായ്വാൻ എന്നിവ നഷ്ടപ്പെട്ടു. ചൈനയെ വിദേശികൾ നിയന്ത്രിച്ചു. ചൈന ഒരു അർദ്ധ കൊളോണിയൽ രാഷ്ട്രമായി. പിന്നെ നടന്നത് ചരിത്രം. ചൈന ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ എഴുന്നേറ്റു. 1949 ശേഷം ശക്തമായി, സമ്പന്നമായി, ആത്മവിശ്വാസത്തോടെ. റോക്കറ്റ് പോലെ ഇന്ന് സംഭവിക്കുന്നു. ഫ്രാൻസും ബ്രിട്ടനും ബെയ്ജിങ്ങിലെത്തുന്നു. ട്രേഡ് ഡീലുകൾക്ക്, കുറഞ്ഞ തീരുവകൾക്ക്, എളുപ്പമുള്ള വിസകൾക്ക് അവർ ചൈനയുടെ മുൻപിൽ വരുന്നു. അതെ, അമേരിക്ക തീരുവയുദ്ധം നടത്തുമ്പോൾ യൂറോപ്യൻ ശക്തികൾ ചൈനയുമായി ഡീലുകൾക്ക് ശ്രമിക്കുന്നു. ട്വിസ്റ്റ് ഇതാണ്: 1800കളിൽ നിയമങ്ങൾ എഴുതിയത് യൂറോപ്പാണ്. എന്നാൽ 2026 നിയമങ്ങൾ എഴുതുന്നത് ചൈനയും. ചരിത്രം ആവർത്തിച്ചില്ല. ശക്തിയുടെ ദിശ മറിഞ്ഞു. അതിപ്പോൾ ചൈനയിലേക്ക് വീശുകയാണ്.